നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് സിനിമാ ഭ്രാന്ത് എന്ന കഥയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കൾ സിനിമാ വ്യവസായത്തിനും അതിൻ്റെ പകിട്ടിലും മതിമറന്ന് എല്ലാം പണയം വെച്ച് ആ മേഖലയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെ എടുത്തുചാടി സർവവും നഷ്ടപ്പെട്ട ഒരു യുവാവിൻ്റെ നിസ്സഹായ അവസ്ഥയുടെ കഥയാണ് ഇതിൽ ഞാൻ വരച്ചു കാട്ടുന്നത്. കഥയിലേക്ക് പോകാം. കാലങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ നടുക്കം തോന്നുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് പലതുമാണ് നടന്നതെല്ലാം. പഠിക്കുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെക്കാൾ അല്പം മുകളിലായിരുന്നു ഞാൻ. പഠിക്കാൻ മിടുക്കനാൻ ആയിരുന്നു. തരക്കേടില്ലാത്ത വായനാശീലവും എഴുതാനും അഭിനയിക്കാനും ഒക്കെയുള്ള കഴിവും എനിക്ക് ഉണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞു. അച്ഛനില്ലാതെ വിഷമം അറിയിക്കാതെ വളർത്തിയ അമ്മ മകൻ്റെ ആഗ്രഹത്തിനെതിരെ നിന്നില്ല. തീരെ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയതാണ്. സാമാന്യം തരക്കേടില്ലാത്ത സാമ്പത്തികമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ സാധിച്ചു. എങ്കിലും അമ്മ വളരെ സൂക്ഷിച്ചാണ് എല്ലാം നോക്കി നടത്തിയിരുന്നതും ഓരോ കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കിയിരുന്നതും. അതുകൊണ്ട് എന്തെങ്കിലും ജോലി കിട്ടുന്ന കോഴ്സ് പഠിച്ചാൽ പോരെ മോനെ എന്ന് അമ്മ ചോദിച്ചു. ഇതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചു. അങ്ങനെ എൻ്റെ ജീവിതം വീട്ടിൽ നിന്ന് അകലെയായി പൂനെയിൽ തുടങ്ങി. കാലങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. പഠനം കഴിഞ്ഞ് ഷോർട്ട് ഫിലിം അഭിനയം തുടങ്ങി. കുറച്ചും മുന്നോട്ട് പോയപ്പോൾ അഭിനയത്തെക്കാൾ എനിക്ക് വഴങ്ങുന്നത് സംവിധാനം ചെയ്യുന്നത് ആണെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരും അത് പറഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമായി. ജീവിതം കല്ലിലും മുള്ളിലും പാറയിലും തട്ടി ഗതി മാറി മാറി ഒഴുകിക്കൊണ്ടിരുന്നു. ചെറിയ 1-2 ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഒന്നും തന്നെ ഗുണം പിടിച്ചില്ല. അമ്മ വിളിക്കുമ്പോഴൊക്കെ എന്നെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് ചിലവിനുള്ള കാശ് വീട്ടിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. വയസ്സ് 35 കഴിഞ്ഞു. ഇതുവരെ 1 രൂപ പോലും സ്വന്തമായി ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കൂട്ടുകാർ പല ഐഡിയകളും പറഞ്ഞുകൊണ്ട് വരും. അവരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. തെറ്റും ശരിയും എന്താണെന്നറിയാത്ത അവസ്ഥയിൽ അമ്മ പറയുന്നതൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഒടുവിലൊരു സിനിമ പ്രൊഡ്യൂസർ വേഷം അണിഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളൊന്നും ഓർക്കുക വയ്യ. സിനിമയ്ക്ക് വേണ്ടി മാത്രം മുഴിഞ്ഞുവെച്ച നാളുകൾ. കൂടെയുള്ളവർ തന്നെ മുതലെടുക്കുന്നതൊന്നും കാണാൻ കഴിയാത്ത കണ്ണുകളും ഇന്ദ്രിയങ്ങളുമായി ജീവിതം മുന്നോട്ടു പോയി. പേരെടുത്ത താരനിരകൾക്ക് വേണ്ടിയുള്ള ഓട്ടം, അവരുടെ നിർബന്ധങ്ങളും ദുർച്ചിലവുകളും തനിക്ക് വരുത്തിയ നഷ്ടം, ഷൂട്ടിംഗ് ഗംഭീരമാക്കാൻ പോകേണ്ടി വന്ന ദൂരയാത്രകൾ, ആ യാത്രകളിൽ വന്ന അധിക ചിലവുകൾ, പിന്നെ നീണ്ടുപോയ ഷൂട്ടിംഗ് ദിനങ്ങൾ, അതുകൊണ്ടുണ്ടായ നഷ്ടങ്ങൾ, മാത്രമല്ല ഓപ്പറേഷണൽ കോസ്റ്റ്, ലൊക്കേഷൻ പെർമിറ്റ് കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, പലതരം ഇൻഷുറൻസ് കോസ്റ്റ്, പോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ്, മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് വേണ്ട സന്ധിക്കാനായി വീടും പറമ്പും വിൽക്കേണ്ടി വന്ന ദുരവസ്ഥ ഒന്നും ഓർക്കാൻ വയ്യ. ഒരു രസത്തിന് വെള്ളത്തിൽ നീന്താൻ ഇറങ്ങി മുങ്ങിത്താണു പോയ അവസ്ഥയാണ് എനിക്കുണ്ടായത്. എല്ലാം കൈവിട്ടുപോയി. രക്ഷയ്ക്കായി ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ലാത്ത ഭ്രാന്തമായ അവസ്ഥ. കൂടെ നിന്നവർ എടുത്തുചാടാൻ പ്രേരിപ്പിച്ചവർ, കൈയടിച്ച് പ്രോത്സാഹനം തന്നവർ ആരും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. തളർന്ന അവശനായ എന്നെ അവർ കണ്ടില്ലെന്ന് നടിച്ചു. എല്ലാം നഷ്ടപ്പെട്ട എന്നെ പുൽകാൻ ഒരു മുഴം കയറോ ഒരു പിടി ഉറക്കഗുളികകളോ കയ്യിലെടുക്കാൻ പലതവണ ഞാൻ തുനിഞ്ഞതാണ്. അപ്പോഴൊക്കെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുന്നിൽ എൻ്റെ അമ്മയുടെ രൂപം. ഇനിയും ഞാൻ എൻ്റെ അമ്മയെ കരയിക്കുന്നതെങ്ങനെ? ഈ ചിന്ത ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു. അമ്മ വിളിച്ചാൽ ഫോണെടുക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു. എൻ്റെ അമ്മയോട് ഞാൻ എന്ത് പറയും? അമ്മയുടെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മകനായ ഞാൻ എങ്ങനെ എൻ്റെ അമ്മയെ നോക്കും? അമ്മയുടെ മുന്നിൽ ഞാൻ എങ്ങനെ നിൽക്കും? ഇതുവരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒന്നും നേടിയില്ല. ഇപ്പോൾ വീട് വരെ നഷ്ടമായിട്ടിരിക്കുകയാണ്. എന്നിട്ടും എൻ്റെ സിനിമ പുറം ലോകം കാണാറായിട്ടില്ല. ഇനി അത് പുറത്തിറങ്ങിയാൽ പോലും അതെൻ്റെ ജീവിതം തീർത്തും നശിപ്പിച്ചു കഴിഞ്ഞു. അതെനിക്ക് പൂർണ്ണമായി മനസ്സിലായി കഴിഞ്ഞു. തിരിച്ചു കയറാൻ പറ്റാത്ത പോലെ ഞാൻ ആഴക്കടലിൽ മുങ്ങിക്കഴിഞ്ഞിരുന്നു. എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ഞാൻ ദുഃഖക്കയത്തിൽ ആഴ്ന്നിറങ്ങി. മരണം ഒരു ശാശ്വത പരിഹാരമല്ലെന്ന് എനിക്കറിയാമെങ്കിലും മറ്റൊന്നും ഇന്നെൻ്റെ മുൻപിലില്ല. ലോഡ്ജ് മുറിക്ക് പുറത്തിറങ്ങിയിട്ട് ദിവസങ്ങളായി.
കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കട്ടിലിൽ കിടന്നുകൊണ്ട് കുപ്പിയിലെ വെള്ളമെടുക്കാൻ തുനിഞ്ഞപ്പോൾ പെട്ടെന്ന് ലോഡ്ജ് മുറിയുടെ കോളിംഗ് ബെൽ മുഴങ്ങി. വീണ്ടും വീണ്ടും ഡോർബെൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എഴുന്നേക്കാൻ ശക്തിയില്ലാതെ കാലുകൾ വേച്ചു പോകുന്നു. പതുക്കെ പതുക്കെ നടന്നു എന്ന് വാതിൽ തുറന്നപ്പോൾ എൻ്റെ അമ്മ. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. കണ്ടപാടെ എൻ്റെ കയ്യിലെ വെള്ളം കുപ്പി താഴെ വീണുപോയി. ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് അമ്മ എന്നെ താങ്ങി പതുക്കെ പിടിച്ചു നടത്തി എന്നെ ഒരു കസേരയിൽ ഇരുത്തി. ഗ്ലാസ്സിൽ വെള്ളം ചുണ്ടോട് ചേർത്ത് വെച്ച് കുടിപ്പിച്ചു. അടുത്ത് ചേർന്ന് നിന്ന് മുഖവും നെഞ്ചും തടവിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോനൊന്നും ഓർത്ത് വിഷമിക്കണ്ട, പോയതൊക്കെ പോകട്ടെ. ആദ്യം വല്ലതും കഴിക്ക്. അമ്മ മോന് ഇഷ്ടമുള്ള തൈര് സാദം കൊണ്ടുവന്നിട്ടുണ്ട്. മുഖം കൈയും കഴുകി വരൂ. ചെല്ല്. അനുസരണയുള്ളൊരു സ്കൂൾ കുട്ടിയെപ്പോലെ ഞാൻ ബാത്റൂമിൽ പോയി മുഖവും കൈയും കഴുകി വന്നപ്പോൾ മേശയിൽ തൈര് സാദം അമ്മ വിളമ്പി വെച്ചിട്ടുണ്ട്. ഞാൻ മേശയ്ക്ക് മുന്നിലെ കസേരയിൽ വന്നിരുന്നപ്പോൾ എൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് അമ്മ എൻ്റെ കസേരയിൽ എന്നോട് ചേർന്ന് നിന്നു. കഴിക്കുമോനെ എന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷണം ആർത്തിയോട് കഴിക്കുന്നതും നോക്കി എൻ്റെ അമ്മ നിന്നു. അമ്മയുടെ ആ സ്നേഹസ്പർശം ഒരു ഇളംകാറ്റ് പോലെ എന്നെ തഴുകിക്കൊണ്ടേയിരുന്നു. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.